എല്ലാവർക്കും നമസ്കാരം. ഗുഡ് വിൽ പാചകത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പാകം ചെയ്യാൻ പോകുന്നത് ഒരു ഹെൽത്തി ഓംലെറ്റ് ആണ്, ബ്രോക്കോളി ഓംലെറ്റ്. ബ്രോക്കോളി ഓംലെറ്റ് നമുക്ക് വീടുകളിൽ എങ്ങനെ കൃത്യമായി വേഗത്തിൽ രുചികരമായി തയ്യാറാക്കാമെന്ന് നോക്കാം. ബ്രോക്കോളി ഓംലെറ്റ് തയ്യാറാക്കാനായി നമ്മളൊരു 50 ഗ്രാം ബ്രോക്കോളി എടുത്തിട്ടുണ്ട്. ബ്രോക്കോളി എല്ലാവർക്കും ഒരുപക്ഷെ സുപരിചിതമായ ആണിപ്പോൾ. കാബേജിന്റെ കുടുംബത്തിൽപ്പെട്ട ഭക്ഷ്യയോഗ്യമായ ഒരു പച്ചക്കറിയാണ് ബ്രോക്കോളി. ഇനി നമുക്ക് ഓംലെറ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ബ്രോക്കോളി ഒന്ന് ഹാഫ് ബോയിൽ ചെയ്ത് എടുക്കേണ്ടതുണ്ട്. നമുക്കൊരു 4 മിനിറ്റ് തിളച്ച വെള്ളത്തിലിട്ട് പൊരിയെടുക്കാം. നമ്മുടെ പാനിലെ വെള്ളം ചൂടായിട്ടുണ്ട്. നമുക്ക് ബ്രോക്കോളി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ബ്രോക്കോളി വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഓംലെറ്റിന് വേണ്ടുന്ന 2 മുട്ട പൊട്ടിച്ചെടുക്കാം. ബ്രോക്കോളി ഏകദേശം പകുതി വേവായിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റെയിൻ ചെയ്തെടുക്കാം. ഓംലെറ്റ് തയ്യാറാക്കാനായി നമ്മൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ഏകദേശം ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അല്പം ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ഏകദേശം മെൽറ്റായി വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു പിഞ്ച്, അതായത് 2 അല്ലി വെളുത്തുള്ളി നന്നായിട്ട് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം നമുക്ക് ഒരു ചെറിയ സവോള നന്നായി ചോപ്പ് ചെയ്ത് ഫൈൻ ചോപ്പ് ചെയ്തതാണ് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം ഒരു അല്പം പച്ചമുളക് കൂടി നമ്മൾ ചേർത്തിട്ടുണ്ട്, ചെറുതാക്കി അരിഞ്ഞ്. നമുക്കിതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവോള ഏകദേശം ഒരു ഹാഫ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ക്യാപ്സിക്കം അല്പം ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം കട്ട് ചെയ്യുന്നത് നിങ്ങളുടെ സൗകര്യത്തിന് ഇഷ്ടത്തിനനുസരിച്ച് ചെറുതാക്കിയോ ക്യൂബാക്കിയോ എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാവുന്നതാണ്. നമ്മളിവിടെ ചെറിയ ജൂലിയൻ ടൈപ്പിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ ബ്രോക്കോളി ചേർത്ത് കൊടുക്കാം. വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്, ഹെൽത്തി റെസിപ്പിയാണ്. തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്യണം. അടുത്തതായി നമുക്ക് 2 മുട്ട എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മളൊരു അല്പം ഉപ്പ് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഓൾറെഡി നമ്മൾ ബ്രോക്കോളിയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അടുത്തതായി നമ്മൾ ഒരു പിഞ്ച് പെപ്പർ പൗഡർ കൂടി ചേർക്കുന്നുണ്ട്. പെപ്പർ ചേർക്കുന്നത് നിങ്ങളുടെ ആവശ്യാനുസരണം എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ നന്നായി ബീറ്റ് ചെയ്ത മുട്ട നമുക്ക് ബ്രോക്കോളിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതിലേക്ക് കുറച്ച് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളിയുടെ സ്കിന്ന് മാത്രമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ടൊമാറ്റോ നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഫൈൻ ചോപ്പായിട്ടോ എങ്ങനെ എടുക്കാവുന്നതാണ്. നമ്മുടെ ഓംലെറ്റ് ഏകദേശം ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് മറിച്ചിടാം. നമ്മുടെ ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മളിന്ന് തയ്യാറാക്കിയ ബ്രോക്കോളി ഓംലെറ്റ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. തീർച്ചയായും നിങ്ങൾ വീടുകളിൽ ട്രൈ ചെയ്യണം. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണിത്. അടുത്ത വീഡിയോയിൽ ഒരു നാടൻ വിഭവവുമായി വീണ്ടും കാണാം. ബൈ.